ഇതുവരെയുള്ള സമഗ്ര വാർത്തകളുമായി ഉച്ചവരെ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അദാനിക്കെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ പ്രത്യേക അന്വേഷണമില്ല. സെബിക്ക് അന്വേഷണം തുടരാമെന്ന് സുപ്രീം കോടതി. നിയമലംഘനങ്ങൾ കേന്ദ്ര സർക്കാർ പരിശോധിക്കണമെന്നും നിർദ്ദേശം. ഓഹരി വിപണിയിൽ അദാനി ഗ്രൂപ്പ് കമ്പനികൾക്ക് നേട്ടം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃശൂരിൽ ബിജെപിയുടെ വനിതാ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. സ്വരാജ് റൗണ്ടിൽ റോഡ് ഷോ. കനത്ത സുരക്ഷയിൽ നഗരം. KSRTCയിൽ പരിഷ്കരണവുമായി മന്ത്രി ഗണേഷ് കുമാർ. നഷ്ടത്തിലോടുന്ന സർവീസുകൾ നിർത്തും. ചെലവ് കുറയ്ക്കാൻ നടപടിയെടുക്കുമെന്നും ഗതാഗത മന്ത്രി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനൊരുങ്ങി കൊല്ലം. കലവറയിൽ പാലുകാച്ചി പഴയിടം. ഇത്തവണ 24 വേദികളിൽ മത്സരം. സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര വൈകിട്ട് കൊല്ലത്ത്. മന്ത്രി സജി ചെറിയാനെ വിമർശിച്ച് തലശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. സഭ BJP പക്ഷത്തെന്ന് വരുത്താൻ ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ശ്രമിക്കുന്നു. മന്ത്രിയുടെ രാഷ്ട്രീയം സഭാ നേതൃത്വം പങ്കിടണമെന്ന വാദം ശരിയല്ല. വീഞ്ഞും കേക്കും പ്രയോഗം തിരുത്തിയത് ആശ്വാസകരമെന്നും പ്രതികരണം. ഹമാസ് ഉപമേധാവി സാലിക് അൽ അറൗറി ലബനോനിൽ കൊല്ലപ്പെട്ടു. സർജിക്കൽ സ്ട്രൈക്കിലൂടെ വധിച്ചെന്ന് ഇസ്രയേൽ. യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമമെന്ന് ലബനോൻ പ്രധാനമന്ത്രി. തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുള്ള.